ഇന്ത്യയിലെ പ്രമുഖ നാക് A+ അക്രഡിറ്റഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയായ ദേശ് ഭാരത് യൂണിവേഴ്സിറ്റിയുടെ സെന്റർ ഓഫ് എക്സലൻസ് ഉദ്ഘാടനം ചങ്ങരംകുളം ആദ്യ ഇന്റഗ്രേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സെന്ററിൽ വെച്ച് നടന്നു. DBU Center of Excellence has been established in Chandrakulam, Kerala, first of its kind initiative for the students. I am thankful to all the parents and students for joining today's session, and it was fruitful interaction with the students. And Honorable MLA, sir, he was also with us today for his blessings, and tremendous response we are getting for these courses, especially BCom Global International Program along with ACCA and other programs of FinTech as well. So kindly let's work together and publicize together for social cause so that students from cities, villages, towns can take benefit from the prestigious Adya group of institutions by joining here. Admissions are open from 26-27 batch, and Adya group is ready for scholarships as well. So let's work for the nation building, education as a cause and education as a social responsibility. Dhanyavad, namaskar, thank you everyone for everything, because your word is very, very important. Whatever you write for us will give us mileage and build a reputation as well. Thank you. നിയുക്ത പൊന്നാനി MLA കെ പി നൌഷാദ് അലി ഉദ്ഘാടനം നിർവഹിച്ചു. സെന്റർ ഓഫ് എക്സലൻസ് അംഗീകാരത്തോടെ BCom, MCom, BCA, MPA കോഴ്സുകൾക്കൊപ്പം CMA, ACCA, ഫിൻടെക് തുടങ്ങിയ പ്രൊഫഷണൽ കോഴ്സുകളും വിവിധ വിഷയങ്ങളിൽ PhD പഠനവും ഇനി ക്യാമ്പസിൽ ലഭ്യമാക്കും. ദേശീയ എഡ്യൂക്കേഷൻ പോളിസി NEP, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളുടെ UGC ഗ്രാൻഡ് കമ്മീഷന്റെ പുതിയ പുതിയ മാറ്റങ്ങൾ, ഓരോ സർവകലാശാലയിലും വന്നുകൊണ്ടിരിക്കുന്ന അവരുടെ അക്കാഡമിക് രംഗത്ത് വന്നിരിക്കുന്ന മാറ്റങ്ങൾ, അത് കാലത്തിന് മുൻപേ സഞ്ചരിക്കുന്ന ഒന്നായതുകൊണ്ടാണ് ഇത്തരം യൂണിവേഴ്സിറ്റികൾ, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ, NAC A+ യൂണിവേഴ്സിറ്റികളൊക്കെ ഈ രീതിയിൽ കോഴ്സുകൾക്ക് മാറ്റം വരുത്തുവാനും അല്ലെങ്കിൽ ആ രീതിയിലേക്ക് നവീനമായിട്ടുള്ള രീതിയിലേക്ക് മാറ്റം വരുത്തുവാനും പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ആ രീതിയിലേക്ക് വളർന്ന് അവരുടെ കരിയർ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ദേശഭക്തി യൂണിവേഴ്സിറ്റി അത്രയും വർഷത്തെ ക്രെഡിബിലിറ്റി ഉള്ള, അക്കൗണ്ടബിലിറ്റി ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് പഞ്ചാബിലെ ദേശഭക്തി യൂണിവേഴ്സിറ്റി. NAC A+ അക്രഡിറ്റഡ് യൂണിവേഴ്സിറ്റിയാണ്. അതിന്റെ സെന്റർ ഓഫ് എക്സലൻസ് ആണ് ആദ്യ ചങ്ങരംകുളം ക്യാമ്പസിന് ലഭ്യമായിട്ടുള്ളത്. അത് ലഭ്യമാകുമ്പോൾ, നമ്മുടെ സെന്റർ ഓഫ് എക്സലൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലായില്ല എന്ന് തോന്നും. അത് ലഭ്യമാകുമ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് BCom, അതിന്റെ കൂടെ തന്നെ ACCA, CMA കോഴ്സുകൾ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ആ ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ BCom എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ CMA വേറെ ആയിട്ടോ അല്ല. BComന്റെ സിലബസിൽ തന്നെ എന്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? CMAയുടെയും ACCAയുടെയും കണ്ടന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇന്റഗ്രേഷൻ. ഓക്കെ, അപ്പൊ ഒരു ആഡ് ഓൺ കോഴ്സ് ആയിട്ടല്ല, BComന്റെ കൂടെ CAയും CMAയും പഠിക്കാൻ സാധിക്കും. അതുപോലെ BCAയുടെ കൂടെ ഫിൻടെക് കോഴ്സ് ചെയ്യാൻ സാധിക്കും. MBAയുടെ കൂടെ ACCA ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ നമ്മൾ ഗ്രാജുവേഷന്റെ കൂടെയും പോസ്റ്റ് ഗ്രാജുവേഷന്റെ കൂടെയും ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ACCA, CMA, അതുപോലെ തന്നെ ഫിൻടെക് പോലെയുള്ള കോഴ്സുകൾ നമുക്ക് ഇവിടെ റെഗുലർ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്ന, ഡിസ്റ്റൻസ് ആയിട്ടല്ല, ഓൺലൈൻ ആയിട്ടല്ല, റെഗുലർ ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ദേശഭക്തി യൂണിവേഴ്സിറ്റിയുടെ എല്ലാ മേൽനോട്ടവും, ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത്, അതിന്റെ ബോർഡ് ഓഫ് സ്റ്റഡീസ് കൂടിയിട്ട് അതിന്റെ സിലബസ് അപ്രൂവൽ ചെയ്യുന്നത്, എന്നിട്ട് എക്സാം കൺട്രോൾ ഒക്കെ അവിടുത്തെ ടീം വന്നിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവാലുവേഷൻ അടക്കം സർട്ടിഫിക്കറ്റ് ദേശഭക്തി യൂണിവേഴ്സിറ്റിയുടെ റെഗുലർ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കാൻ സാധിക്കുന്നത്. ഇതാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ സെന്റർ ഓഫ് എക്സലൻസിന് കീഴിൽ ഏകദേശം 27ഓളം PhD കോഴ്സുകളും കൂടി നമുക്ക് ചെയ്യാൻ സാധിക്കും. ഡോക്ടർ ക്യാപ്റ്റൻ സുശീല മേനോൻ, അവരാണ് അതിന്റെ ഒരു കോർഡിനേഷൻ നടത്തുന്നത്. അപ്പൊ അവരൊക്കെ കൂടിയിട്ട് വലിയൊരു സംവിധാനമായിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്. അക്കാഡമിക് നിലവാരം പുലർത്തുന്നവരും അതുപോലെ അഡ്മിനിസ്ട്രേഷൻ രംഗത്തുമുള്ള ഒരു വലിയൊരു ടീമാണ്, ഒരു 10 അംഗ ടീമാണ് ആദ്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ വർഷം വരെ ആദ്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് എന്നായിരുന്നു നമ്മളിതിനെ പറയപ്പെട്ടിരുന്നത്. കഴിഞ്ഞ വർഷമാണ് നമ്മൾ ആദ്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിൽ വന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ +2 മുതൽ PhD വരെ ചെയ്യാൻ പറ്റുന്ന
അതിന്റെ കൂടെ CA, CMA, SCCA അതുപോലെ തന്നെ ഫിൻടെക്, ലോജിസ്റ്റിക്സ് കോഴ്സുകളൊക്കെ ചെയ്യാൻ പറ്റുന്ന വലിയൊരു സംവിധാനമാണ്. അപ്പൊ +2ന്റെ കൂടെ ACCA, CA, CMA കോഴ്സുകൾ, പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യാനുള്ള സംവിധാനമാണ്. ഫസ്റ്റ് ബാച്ച് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതില് ACCA 10ലധികം കുട്ടികൾ, അൽത്താഫ് സാറുടെ ഒക്കെ നേതൃത്വത്തിൽ 10ലധികം കുട്ടികൾ നോളജ് ലെവൽ പേപ്പർ തന്നെ എഴുതി കഴിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളൊക്കെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് CMA കുറിച്ച്, ACCA കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. ഇവിടെ +1 പഠിക്കുന്ന പിള്ളേര് അതിന്റെ 1-2 പേപ്പറൊക്കെ സ്കിൽ ലെവല് എഴുതി പാസ്സായ പിള്ളേർ. ഇനി അവര് അത് തുടർന്നുകൊണ്ടേയിരിക്കും ചെയ്യും. അതുപോലെ അടുത്തൊരു സംവിധാനമാണ് ആദ്യം ഇന്റഗ്രേറ്റഡ് കോളേജ്. കേരളത്തിൽ നമുക്ക് 10ഓളം സെന്ററുകളുണ്ട്. 10ഓളം കോളേജുമായിട്ട് നമ്മൾ ടൈപ്പ് ഉണ്ട്. അതായത് CA, CMA, ACCA, ഫിൻടെക്, ലോജിസ്റ്റിക്സ് കോഴ്സുകൾ റെഗുലർ ഡിഗ്രിയോടൊപ്പം തന്നെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു സംഗതിയാണ് കേരളത്തിലെ ആദ്യത്തെ ACCA അക്രഡിറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണിത്. അത് AICTE അപ്രൂവ്ഡ് ആയിട്ടുള്ള PGDM ചെയ്യാനുള്ള സംവിധാനം കൂടിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഡിഗ്രി കഴിഞ്ഞവർക്ക് PGDMന്റെ കൂടെ ACCA ഫിൻടെക് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അത് AICTE അപ്രൂവ്ഡ് ആണ്, ACCA അക്രഡിറ്റഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ദേശഭക്തി യൂണിവേഴ്സിറ്റിയുടെ എക്സലൻസ് സെന്റർ വരുന്നു. ഇതൊക്കെ റെഗുലർ കോഴ്സുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓൺലൈനായിട്ട് പഠിക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. നമ്മളൊരു ചടങ്ങിൽ ദേശ് ഭാരതി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ഹർഷ് സദാവർത്തി എക്സലൻസ് സെന്ററിന്റെ പ്രഖ്യാപനം നടത്തി. ആദ്യ ഗ്രൂപ്പ് ഫൗണ്ടർ MD ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡയറക്ടർ ഹസിൻ ഹംസ സ്വാഗതവും ആദ്യ ഗ്രൂപ്പ് CEO ഖലീൽ റഹ്മാൻ ആദ്യ ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ കോഴ്സുകളും പരിചയപ്പെടുത്തി. തുടർന്ന് അക്കാദമിക് അംഗീകാര പ്രഖ്യാപനങ്ങളും അവാർഡ് വിതരണവും സ്കോളർഷിപ്പ് പ്രഖ്യാപനം എന്നിവയും നടന്നു. CNTV ചങ്ങരംകുളം.